നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുവാൻ പോകുന്നത് രാഹുലിനെ ഒതുക്കി രാഹുലിനെ ഇറക്കി പര്യടനം നടത്തിയാൽ. നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഏതാണ്ട് ഒതുക്കിയ മട്ടിലാണ്. ഇപ്പോൾ കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഹുലുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ഒരു മാസമായി കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഹുലിനെ ഒതുക്കി കേക്കച്ചനും മറ്റ് സംഘവും കേരളത്തിൽ പിടിമുറുക്കി പിണറായി വിജയന് മൂന്നാമതും തുടർഭരണം ഒരുക്കുവാൻ നടത്തുന്ന ആ കള്ളക്കളികളെ കുറിച്ചാണ്. ഇതിൽ നിന്നും ശ്രദ്ധ തിരിക്കുവാൻ ഇവന്മാർ മറ്റൊരു തന്ത്രം മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം പറയാതെ വയ്യ, ഗാന്ധി ഫാമിലി ഇന്ന് ഇവന്മാരുടെ തടവിറയിലാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, കഴിഞ്ഞ 3-4 ദിവസമായി ഗാന്ധി ഫാമിലി ഈ കേരളത്തിൽ തന്നെയുണ്ട്. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഇവരെല്ലാം നമ്മുടെ കേരളത്തിലുണ്ട്. വയനാട്ടിൽ സുഖവാസത്തിലാണ് എന്നാണ് വിവരം. ഇതൊരു പ്യുവർലി ഒരു ഫാമിലി ടൂറും ഒരു ഫാമിലി പ്രോഗ്രാമുമാണ്. അവർ ഒന്ന് എൻ്റർടൈൻ ചെയ്യാൻ വന്നതാണ് എന്നാണ് നമുക്ക് വിവരം. മുൻപൊക്കെ രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഒക്കെ കേരളത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു ഉത്സവ പ്രതീതിയായിരുന്നു, എന്തോ വലിയൊരു സംഭവം നടക്കുന്ന മാതിരി. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, കഴിഞ്ഞ 3-4 ദിവസങ്ങളായി ഇവരുടെ എന്തെങ്കിലും ഒരു പ്രസൻസ്, ഈ 3 പേർ ഗാന്ധി ഫാമിലിയിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ അവരുടെ മുഖമായ ഈ 3 പേർ ഈ കേരളത്തിൽ അവർ കുടുംബസമേതമുണ്ടായിട്ടും അതൊരു ചർച്ചാ വിഷയമായോ? എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടായോ? ഇത് കോൺഗ്രസ് ഇത് ചിന്തിക്കണം. കോൺഗ്രസ് ഇന്നും പ്രതീക്ഷിക്കുന്നത് ഈ ഗാന്ധി ടൈറ്റിൽ ഉണ്ടെങ്കിൽ എല്ലാമായി ഇവർ ഒന്ന് കേരളത്തിലൂടെ ഒന്ന് വീശിയടിച്ച് പോയി കഴിഞ്ഞാൽ എല്ലാമായി എല്ലാവരും കൈപ്പത്തേക്ക് വോട്ട് കുത്തും എന്ന ചിന്തയിലാണ് ഇപ്പോഴും ഇവന്മാർ. അപ്രകാരം ഒരു കാലമുണ്ടായിരുന്നു. ആ കാലം മാറിയത് അറിയാത്തവർ ഈ കോൺഗ്രസ് നേതാക്കന്മാർ മാത്രമാണ്. ഈ കോൺഗ്രസ് നേതാക്കന്മാർ ഒരു കാര്യം മറന്നു പോകരുത്. രാഷ്ട്രീയ അഭയാർത്ഥിയായി രാഹുൽ ഗാന്ധി പേടിച്ച് എത്തിയത് എവിടെയാണ്? നമ്മുടെ വയനാട്ടിലാണ്. എന്തുകൊണ്ടാ? അവർക്കറിയാം മലമടക്കിലെ ആ ജനങ്ങൾ, ആ കൈപ്പത്തിയെ നെഞ്ചിലേറ്റുന്ന ജനങ്ങൾ രാഹുൽ ഗാന്ധിയെ കൈവിടില്ല എന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു. അപ്രകാരം അവർ ചെയ്തു. രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ചു. പിന്നീട് എല്ലാം ആകെ മൊത്തം കൂട്ടിക്കിഴിച്ചു നോക്കുമ്പോൾ വയനാട്ടിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ഉത്തരേന്ത്യൻ മണ്ഡലമാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം തന്ത്രപരമായി അങ്ങോട്ട് മാറി സഹോദരിയെ ഇങ്ങോട്ട് അയച്ചു. എങ്കിലും സഹോദരിയെയും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വയനാട്ടുകാർ വിജയിപ്പിച്ചു. ആ വയനാട്ടിൽ ഒരു എന്താ പറയുന്നേ, വന്നു പോകുന്ന പേയിങ് ഗസ്റ്റിൻ്റെ റോളാണ് ഇവർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായേക്കുന്ന ഈ നെഗറ്റീവ് ഇമ്പാക്റ്റ്, രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഉണ്ടായേക്കുന്ന ഈ വിവാദങ്ങളും അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യുവാനുള്ള ആ ചെയ്തികളും അതിനെ തുടർന്നുണ്ടായ കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ തന്നെ ഉണ്ടായ ആ ആശയക്കുഴപ്പവും ആ വിഷമവും എല്ലാം പരിഹരിക്കുവാൻ ഈ നേതൃത്വം വയനാട്ടിൽ ചെന്ന് ഇവരോട് സജസ്റ്റ് ചെയ്തത് രാഹുൽ ഗാന്ധി ബീഹാറിൽ ചെയ്തതുപോലെ ഒരു പര്യടനം കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഒരു പ്രകടനം നടത്തിയാൽ, ഇവിടുത്തെ കേക്കച്ചനെയും മറ്റ് നാറികളെയും ഒക്കെ സൈഡിലിരുത്തി ഒരു പ്രകടനം നടത്തി കഴിഞ്ഞാൽ കേരളത്തിലെ മണ്ടന്മാരായ വോട്ടർമാർ ഇതെല്ലാം മറക്കും, എല്ലാവരും കൈപ്പത്തിക്ക് കുത്തും എന്നാണ് ഇവന്മാരുടെ വിചാരം. പ്രിയപ്പെട്ടവരെ, പ്രിയ ജനങ്ങളെ, നിങ്ങൾ ഓർക്കുക, ഈ 3 പേർ വയനാട്ടിലുണ്ട്. വയനാടുകാരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും നേട്ടം, അതല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ മുറവിളി കൂട്ടുന്നത്, ITV ന്യൂസ്, റിയാക്ട് ഫോർ റൈറ്റ് കാണുന്നവർക്ക് നിങ്ങൾക്കറിയാം, ജനങ്ങൾ മുറവിളി കൂട്ടുന്നത്, ഞങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഇത് ഇംഗ്ലീഷിലും മലയാളത്തിലും തയ്യാറാക്കി രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും പ്രിയങ്കയ്ക്കും മനസ്സിലാകുന്ന രീതിയിൽ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഈ സന്ദേശങ്ങൾ നിങ്ങൾ എത്തിക്കൂ. ഞങ്ങളുടെ ആ നിലവിളി ശബ്ദം, ഞങ്ങളുടെ ആ വികാരം ഈ നേതൃത്വത്തെ അറിയിക്കൂ. ഇവരുടെ ബദിരകരണങ്ങളിൽ അത് പതിക്കട്ടെ. അടിയന്തരമായി ഒരു മാറ്റം ഇവിടെ ഉണ്ടാവണം. കേരളത്തിൽ കോൺഗ്രസ് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ആകെ പ്രതീക്ഷയ്ക്ക് വകവെക്കാവുന്ന ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന 5 സംസ്ഥാനങ്ങളിൽ
ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കാവുന്ന ഈ സംസ്ഥാനം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വീണ്ടും അത് ഇടതുപക്ഷത്തിന്റെ തുടർഭരണത്തിലേക്ക് പോകാനുള്ള ഒരു അവസ്ഥ ഇവിടെ സംജാതമായിരിക്കുകയാണ്. അതുകൊണ്ട് അടിയന്തര ഇടപെടൽ എന്ന് മേഡേ മെസ്സേജ് അയച്ചുകൊണ്ട് ജനങ്ങളിരുന്നു. ഇതിനിടയ്ക്കാണ് ഇവർ വന്നിവിടെ വയനാട്ടിൽ സുഖവാസം നടത്തുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. വയനാട്ടിൽ വന്നിട്ട് തലസ്ഥാന നഗരിയിലെത്തി ഈ നേതാക്കന്മാരെയും ഈ കേക്കച്ചന്മാരെയും ഈ തമ്മിലടിക്കുന്നവന്മാരെയും ഈ കുതിവാലി വെട്ടുകളെയും ഒരുമിച്ചിരുത്തി ഇതിനകത്തൊരു ഐക്യമുണ്ടാക്കി, ഇതിനകത്തൊരു സ്ട്രാറ്റജി ഉണ്ടാക്കി, ഇതിനൊരു പ്രശ്നപരിഹാരം ഉണ്ടാക്കി മുൻപോട്ട് പോകേണ്ടതിന് പകരം അമ്മയും മോനും മകളും സുഖവാസത്തിലാണ്. പറയാതിരിക്കുവാൻ വേദനയോടെയാണ് ഞാനിത് പറയുന്നത്. ഈ സാഹചര്യത്തിൽ ജനങ്ങൾ മനസ്സിലാക്കണം, ഇവരുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. ഇവരുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് കേരളത്തിൽ ഈ സംഘടനയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതല്ല. ഓരോരുത്തർക്കും ഓരോരോ അജണ്ടകളാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഇവന്മാർ പറയുന്നത് ഹൈക്കമാൻഡ് അരയും തലയും മുറുക്കി കളത്തിലിറങ്ങി ബീഹാർ മോഡലിൽ ഇവിടെ യാത്ര നടത്തും, 14 ജില്ലകളിലൂടെ സഞ്ചരിക്കുന്ന യാത്ര നടത്തും. അതുപോലെ കോൺഗ്രസ് മറ്റുള്ള ഇതിലെ മുഖ്യമന്ത്രിമാരും ദേശീയ നേതാക്കളും ഒക്കെ താരപ്രചാരകരായി ഇതിൻ്റെ കൂടെ പങ്കെടുക്കും. ഇതിൻ്റെ മുന്നൊരുക്കമായി AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി തിരുവനന്തപുരത്തും കൊച്ചിയിലും വീട് വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞു. കോഴിക്കോട് പുതിയൊരു വീട് കൂടെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് വീടെടുത്ത് കിടന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് മാമി തീരുമാനിച്ചിരിക്കുന്നതാണ് പറയുന്നത്. ഇവർ പറയുന്നത് ഈ പൊട്ടുമാമി എവിടാണോ, ഇവിടെ ഇവർ പറയുന്നത് തെലുങ്കാനയിൽ ഈ പൊട്ടുമാമി അവിടെ വീടെടുത്ത് താമസിച്ചത് കൊണ്ടാണത്രേ കോൺഗ്രസ് വിജയിച്ചത്. അന്നേരം അതുകൊണ്ട് ഇവർ പ്ലാൻ ചെയ്യുന്നത്, ഈ നമ്മുടെ തീവട്ടികളെല്ലാം പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ പൊട്ടുമാമിക്ക് താമസിക്കുവാൻ വേണ്ടി നല്ല വീട്. തിരുവനന്തപുരത്താണെങ്കിൽ നമുക്കിവിടെ ഇന്ദിരാഭവനിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്ത് മരുതൻകുഴിയിൽ ഒരു വീട് വാടകയ്ക്ക് എടുത്തു. അതുപോലെ കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് വെറും 5 കിലോമീറ്ററിന് ഇപ്പുറത്ത് അങ്കമാലിയിൽ ഒരു വീട് എടുത്തു കൊടുത്തു. മലബാറിൽ ഒരു നല്ലൊരു വീട് നോക്കുന്നുണ്ട്. KPCCന്റെ ഇവരെ പൊട്ടുമാമിയുടെ കൂടെ സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള 3 AICC സെക്രട്ടറിമാരും ഈ വീടുകളിൽ താമസിക്കും. അങ്ങനെ അവർ ഓരോ വീടുകളിലും മാറി മാറി താമസിച്ച് വർക്ക് ചെയ്യും. അവർ ഇപ്രകാരം വർക്ക് ചെയ്താൽ കേരളത്തിലുള്ള ജനങ്ങളെല്ലാം വോട്ട് കൊടുക്കും എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ഈ വീടുകളുടെ എല്ലാം വാടകയും ഇവരുടെ പരിപാലനവും ശാപ്പാടും എല്ലാം KPCC വഹിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കാലാകാലങ്ങളായി ഈ AICC ജനറൽ സെക്രട്ടറിമാരെല്ലാം വന്നവർ ഹോട്ടലുകളിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. വീരപ്പൻ മൊയ്ലി, ഗുലാം നബി ആസാദ്, മധുസൂദൻ മിസ്ത്രി തുടങ്ങിയ പല പ്രമുഖ നേതാക്കളും സംസ്ഥാനത്തെത്തിയാൽ ഇവർ വീടുകളിലോ ചിന്ന വീടുകളിലോ ഒന്നും ആയിരുന്നില്ല താമസിക്കുന്നത്. അവർ വന്നാൽ ഏതെങ്കിലും ഹോട്ടലിൽ 1-2 ദിവസം താമസിക്കും. നിശ്ചയിച്ചിരിക്കുന്ന പരിപാടികളിൽ പങ്കെടുത്ത് അവർ തിരിച്ചു പോകും. അതുപോലെ താരിഖ് അൻവറും മുഗൾ വാസനിക്കുമെല്ലാം ഇവിടെ പല യാത്രകൾ നടത്തിയിട്ടുണ്ടെങ്കിലും അവർ ഡൽഹിയിൽ നിന്നെത്തി 2-3 ഷെഡ്യൂളുകളിലായി പര്യടനം നടത്തി തിരിച്ചു പോവുകയായിരുന്നു പതിവ്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വിഭിന്നമായിട്ട് നമ്മുടെ പൊട്ടുമാമി ഇവിടെ വീടെടുത്ത് താമസിക്കും എന്നാണ് അറിവ്. ഇവർ ഇതുപോലെ വാ പൊളിച്ച് സംസാരിക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതുപോലെ ഗുണവും മണവും ഇല്ലാത്ത ഒരു നിഷ്കുണയായ ഒരു പൊട്ടുമാമി ഇവിടെ വന്ന് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ KC വേണുഗോപാലിൻ്റെ വെറും ചട്ടുകം. ഈ അരമന കുഞ്ഞാടിനെ വെച്ചേക്കുന്നത് പോലെ KCയുടെ ഒരു ചട്ടുകം. മാമി ഇവിടെ കേരളത്തിലൊക്കെ വന്ന് ചോറും മീൻകറിയും ഒക്കെ ശാപ്പിട്ട് സുഖമായി പോവും. അങ്ങനെ ഇവിടെ കുറ്റിയടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഏതാണ്ട് ജയിക്കാൻ സാധ്യതയുണ്ട്. ജയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മൊത്തം ക്രെഡിറ്റൊക്കെ അങ്ങ് എടുത്തുകൊണ്ട് പോകാമെന്നോർത്ത് മാമി ഇവിടെ വട്ടം കറങ്ങി നിൽക്കാനാണ് പരിപാടി. അങ്ങനെ ഇവന്മാർ എന്ത് തരികടകളും കന്നം തെരുവുകളും തന്തയില്ലായ്മകൾ കാണിച്ചാലും ഇത് ഈ മാമിയുടെ, കാരണം ഒന്നും അറിയത്തില്ല, മാമിക്ക് എന്നാ പുട്ടാൻ സംഭവിക്കുന്നതെന്നൊന്നും അറിയത്തില്ല. മാമി ഇവിടെ വട്ടം കറങ്ങി നടക്കും. ഇവന്മാർ എന്ത് തരികടകൾ കാണിച്ചാലും അത് മാമിയുടെ പേരിൽ മാമിയെ ചാരി ഹൈക്കമാൻഡ് എന്നൊക്കെ പറഞ്ഞ് മാമിയുടെ പേരിൽ ചാരാൻ ഇവന്മാർക്ക് പറ്റും. അന്നേരം ഇത് ഈ KC വേണുഗോപാൽ എന്ന് പറയുന്ന കുഴിപ്പുളവൻ്റെ തന്ത്രമാണെന്ന് മനസ്സിലാക്കുക. 5 സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഇവിടെ ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്നവന്മാർ ഈ കേരളത്തിലാണ്. കാരണം ഇവിടെ മാത്രമേ ഒരു മുഖ്യമന്ത്രിയെ, മുന്നണി സംവിധാനത്തിൽ ഒരു മുഖ്യമന്ത്രിയെ കിട്ടുവാൻ സാധ്യതയുള്ളൂ. ബാക്കിയുള്ളതൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാലായി. അത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഇവർക്ക് ജയിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ കഴിഞ്ഞ
10 കൊല്ലമായി പ്രതിപക്ഷത്തിരിക്കുകയാണ്. ഇപ്പോഴും AICC ആഫീസിൻ്റെയൊക്കെ വാടക കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊക്കെ കറക്കി പിരിച്ച് കൊണ്ടുപോകണമെന്നാണ് അറിവ്. വീണ്ടും ഒരു വട്ടം കൂടി ഇവന്മാർക്ക് കരക്കിരിക്കേണ്ടി വന്നാൽ പിന്നെ ഒന്നും പറയേണ്ട. അതുകൊണ്ട് തന്നെ ഡു ഓർ ഡൈ എന്നൊക്കെയാണ് ഇവന്മാർ പറയുന്നത്. പക്ഷേ ഡു ഓർ ഡൈ എന്ന ആറ്റിറ്റ്യൂഡിൽ ഇവന്മാർ ഇറങ്ങുന്നതിന് മുമ്പായി ചെയ്യേണ്ടിയിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ തിരികെ എടുക്കുകയും ആ രാഹുൽ മാങ്കൂട്ടത്തെയും കൂടെ ഉൾപ്പെടുത്തി ആ യുവനേതാക്കന്മാരെ എല്ലാം ചേർത്ത് പിടിച്ച് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി ഒരു യാത്ര ഇവന്മാർക്ക് നടത്തുവാൻ സാധിച്ചാൽ അതൊരു വിജയമായിരിക്കും. ഇതുവരെ സംഭവിച്ച സകലതും ജനങ്ങൾ മറക്കും. എന്നാൽ രാഹുലിനെ പോലെയുള്ള ഒരു യുവനേതാവിനെ, അല്ലെങ്കിൽ ഷാഫിയെ പോലുള്ള യുവനേതാക്കന്മാരെ, അതുപോലെ കഴിവുള്ളവരെ എല്ലാം ഒതുക്കിയിട്ട് ഈ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് എന്ത് യാത്ര നടത്തിയെന്ന് പറഞ്ഞാലും വില പോകില്ല. ആ കാലമൊക്കെ കഴിഞ്ഞുപോയി. അതിൻ്റെ ഏറ്റവും നല്ല ക്ലാസിക് എക്സാമ്പിളാണ് ഗാന്ധി ഫാമിലിക്കുടെ ആ ഇമ്പാക്റ്റ് കേരളത്തിൽ കുറയുന്നു എന്നതിൻ്റെ ഏറ്റവും നല്ല ക്ലാസിക് എക്സാമ്പിളാണ് കഴിഞ്ഞ 4 ദിവസമായി ഇവർ ഇവിടെ ഉണ്ടായിട്ടും ഒരു സ്റ്റേറ്റ് വൈഡ് എഡിഷനുകളിൽ, ചാനലുകളിൽ അവരുടെ യാതൊരുവിധ ഒരു വാർത്തകളും ഇവിടെ ഉണ്ടാകുന്നില്ല. അതിലും എത്രയോ ഇമ്പാക്റ്റ് ഈ കേരള പൊളിറ്റിക്സിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ആ യുവ നേതാവിനുണ്ട്. അന്നേരം അതുകൊണ്ട് ഇവരെ കമ്പയർ ചെയ്യല്ല. കോൺഗ്രസ് ഒരു ഭരണം ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഒരു തിരിച്ചറിവ് ആഗ്രഹിക്കുന്നുവെങ്കിൽ, കേരളത്തിൽ നിങ്ങൾക്കൊരു പ്രസൻസ് ഇനി ഉണ്ടാകണമെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ യാത്രയല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ ചേർത്ത് പിടിച്ചുള്ള ഒരു യാത്ര നിങ്ങൾ നടത്തിയാൽ മാത്രമേ നിങ്ങൾക്കിവിടെ ഒരു ഭരണത്തോട് നിങ്ങൾക്കൊരു സാധ്യതയുള്ളൂ എന്ന് മനസ്സിലാക്കുക. എന്നാൽ ചെയ്യുന്നത് എന്താണ്? ആ രാഹുൽ വിഷയവുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും ആൾക്കാർ മറക്കും. ഇവർക്ക് മറ്റൊരു നെറേറ്റീവ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മറ്റെന്തെങ്കിലും ഒരു രാഹുൽ ഗാന്ധിയെ ഇറക്കിക്കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്രസക്തനാകും എന്നൊക്കെ ഇവർ കരുതിയാൽ നിങ്ങൾ വിഡ്ഢികളുടെ മൂഢസ്വർഗത്തിലാണ് എന്ന് ദയവായി കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ ഗാന്ധി ഫാമിലി, ഈ KC വേണുഗോപാലിൻ്റെ അടക്കമുള്ളവരുടെ ഒരു തടവറയിലായി പോകുന്നത് എന്ന ആശങ്കയിലാണ് ഇവിടെയുള്ള ജനങ്ങൾ. ഇവിടെയുള്ള സാധാരണ നേതാക്കന്മാരുടെ, ജനങ്ങളുടെ വികാരം ഇപ്പോഴും ഈ പറയുന്ന ഒരു കമാൻഡും ഇല്ലാത്ത ഹൈക്കമാൻഡിലേക്ക് എത്തുന്നില്ല എന്നതാണ് പരമാർത്ഥം. ഞങ്ങൾ ഇന്നും ജനങ്ങളുടെ പ്രതികരണങ്ങൾ കൊടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ I2I ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ ഇന്ന് തലസ്ഥാന നഗരിയിലുള്ള ചില സുപ്രധാന സ്ഥലങ്ങളിൽ ഞങ്ങളുടെ പ്രതിനിധികൾ പോയി ഒരു റാൻഡം സർവേ നടത്തുകയുണ്ടായി. അപ്രകാരം ഒരു സർവേ ഞങ്ങൾ ഇന്ന് നടത്തിയതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തലസ്ഥാന നഗരിയിലെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രതികരണം എന്താണ് എന്ന് ഒരു റാൻഡം സാമ്പിളിംഗ് നടത്തുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ അപ്രകാരം ഒരു അഭിപ്രായ സർവേ നടത്തിയത്. ആ അഭിപ്രായ സർവേയിൽ ബഹുഭൂരിപക്ഷം ജനങ്ങളും പറഞ്ഞത് അവരൊന്നും വളരെ ആക്റ്റീവ് പൊളിറ്റിക്സിലോ ഈ പൊളിറ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വലിയ അവെയറോ ഉള്ള ഒരു സെഗ്മെന്റ് അല്ല, ഒരു റാൻഡം ഒരു ഫ്ലോട്ടിംഗ് ക്രൗഡിലാണ് ഞങ്ങൾ അപ്രകാരം ഒരു സർവേ നടത്തിയത്. അവരിൽ നിന്നും ലഭിച്ച ആ അഭിപ്രായം നമ്മൾക്ക് കേൾക്കാം. I2I ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്, ജനങ്ങളുടെ പ്രതികരണങ്ങൾ കാണുക. എന്താണ് ഉള്ളത്? ഉമ്മൻചാണ്ടി സാറിനെ നശിപ്പിച്ചില്ലേ? എന്ത് ഫലമായിട്ട് അതിന് പുള്ളി അതിനെക്കുറിച്ച് കോടതി വഴി തെളിഞ്ഞ് അതിനെതിരെ എന്ത് ഒരു മാപ്പാരെങ്കിലും പറഞ്ഞാ? അതേപോലെ തന്നെ വളർന്നു വരുന്ന യുവതലമുറകളെ മുഴുവൻ ഒതുക്കിയെടുക്കുകയാണ് അവരുടെ ലക്ഷ്യങ്ങൾ. വേറെ ഒന്നുമില്ല. ഇത് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെയുള്ള ഒരു രാഷ്ട്രീയ, കോൺഗ്രസ് ഇന്നാളിലാണെങ്കിലും പുറത്താണെങ്കിലും എല്ലാവർക്കും അധികാരമോഹമാണല്ലോ, എല്ലാവർക്കും പരസ്പര അധികാരമോഹമാണ്. അതിനകത്ത് വേറെ ഒന്നും ചെയ്യാനില്ല. പക്ഷേ ചെറുപ്പക്കാരൻ തിരിച്ചു വരണമെന്നും തന്നെയാണ്. കാരണം അയാൾ സത്യം 3 വർഷത്തിന് മുമ്പുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോഴും അവർ MLA ആയതിനു ശേഷം കൊണ്ടുവരുന്നത്. അന്ന് അവരുടെ ഈ പറയപ്പെടുന്ന സ്ത്രീയുടെ ബാങ്ക് അക്കൗണ്ടും ബാക്കിയുള്ള എല്ലാം പരിശോധിച്ച് നോക്കണം. അപ്പോൾ നമുക്കറിയാം എന്തൊക്കെയാണ് ഇവിടെയൊക്കെയാണെന്നുള്ളത്. കേസും കാര്യങ്ങളെല്ലാം അത് ഒന്നുമില്ല എന്നുള്ളതൊക്കെ തെളിയിച്ച് വരാൻ കഴിയുവാണെങ്കിൽ നല്ലതാണ്. ഒരു യുവാവാണല്ലോ, അതായത് നമുക്ക് രാഷ്ട്രീയത്തിലേക്ക് വേണ്ട രീതിയിൽ നമ്മുടെ നാട്ടിന് വേണ്ടിയിട്ട് നല്ല ചെയ്യാൻ പറ്റുന്നൊരു യുവതലമുറ കയറി വരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പിന്നെ തിരിച്ചു വരണം, തീർച്ചയായും വരണം. നല്ല മനുഷ്യനല്ലേ കയറി. എന്തായാലും എന്തെല്ലാം ആരോപണം എന്തോരം പേര് കിടക്കണേ. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രമേ കിട്ടിയുള്ളൂ, വേറെ എത്രയും പേര് കിടക്കണല്ലേ. എന്നാലും എനിക്കിഷ്ടമാണ് ആ പുള്ളിക.
അദ്ദേഹത്തിന് അങ്ങനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. സ്വാഭാവികമായിട്ടും എല്ലാത്തിനും കൂടെ നിന്ന് പുള്ളി നിർബന്ധിക്കുന്നതിന് വരെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തിട്ടല്ലേ. ഇഷ്ടമില്ലാത്തൊരു കാര്യമാണെങ്കിൽ ആദ്യമേ ബ്ലോക്ക് ചെയ്യണം. ചാറ്റെല്ലാം ഫുൾ ഇങ്ങനെ അതിന് റെസ്പോണ്ട് ചെയ്തിട്ട് പിന്നെ ആ മനുഷ്യനെ മാത്രം എന്തിനാണ് അങ്ങനെ കുറ്റം പറയണേ? വേണ്ടെന്നുള്ളവർ ആദ്യം ബ്ലോക്ക് ചെയ്യുക. എല്ലാത്തിനും വന്ന് എല്ലായിടത്തും ഇപ്പം ഞാനും ഒരു ലേഡിയാണ്. പിന്നെ പൊതുവേ ഈ ലേഡീസ് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് ഒരു വർഷങ്ങൾ കഴിയുമ്പോഴായിരിക്കും പറയുന്നത് ഞാൻ റൈറ്റായിരുന്നു, അവരങ്ങനെ വേണം. നമ്മുടെ സമ്മതമില്ലാതെ ആരും നമ്മളെ ഒന്നും ചെയ്യത്തില്ല അല്ലേ. നമ്മൾ വിചാരിക്കണം നമ്മൾ തെറ്റായി പോകണോ ശരിയായി പോകണോ എന്ന്. ചുമ്മാ പയ്യന്മാരെ അല്ലെങ്കിൽ ആണുങ്ങളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. തെറ്റുണ്ടെങ്കിൽ രണ്ടുപേരുടെയിലും ഉണ്ട്. ഇഷ്ടമില്ലെങ്കിൽ ആദ്യമേ പറയാം. എല്ലാം കഴിഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ നിൽക്കുമ്പം ആ നാണം കെടുത്താനായിട്ട് അങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ല. നല്ലൊരു പാർട്ടിയെ നശിപ്പിച്ചു കോൺഗ്രസ്. ഇവിടെ ഉള്ള ആൾക്കാരെയല്ല, നല്ലൊരു പാർട്ടിയാണ്. നാഷണൽ ലെവലിൽ ഏറ്റവും നല്ല പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അവർ നശിപ്പിച്ചു, ഇവർ തന്നെ നശിപ്പിക്കുന്നത്. നമ്മൾ എപ്പോഴും മനുഷ്യരെ തിരിച്ചറിയണം. ജനം വോട്ട് ഇവരെ വിശ്വസിച്ചാണ് ഇടുന്നത്. ഇവരെന്താ ചെയ്യേണ്ടത്? ഒരു അബദ്ധം പറ്റി അല്ലെങ്കിൽ ഒരു വീഴ്ച വന്നാൽ അതിനെ പറഞ്ഞു തിരുത്തണം. അല്ലാതെ ഗുണ്ടകളെ വിട്ടിട്ടല്ല ആൾക്കാരുടെ ഓഫീസ് അടിച്ച് സംസാരിക്കുകയും ചെയ്ത് അത് ശരിയായ വശമല്ല. കാരണം ഇവിടെ ഒരു പ്രതിപക്ഷ നേതാവുണ്ട്, അയാളൊന്നും അറിയുന്നില്ല. അങ്ങേരും അറിയുന്നില്ല എന്ന് പറയാനില്ല. അറിയാതിരിക്കാൻ സാധ്യതയില്ല. രാഷ്ട്രീയ തലമുറ നല്ലൊരു ഭാവിയുള്ളതാണ്. ട്രാപ്പാണെന്ന് തോന്നണത് ഉണ്ടായത്, അതിൽ വീണുപോയി. ഇതൊന്നും പാടില്ല, ഉണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു, സൂക്ഷിക്കേണ്ടതായിരുന്നു. അത്രയേ ഉള്ളൂ. തിരിച്ചു വരണം തിരിച്ചു വരണമെന്ന കാര്യം. കേരളത്തിന് നല്ലൊരു രാഷ്ട്രീയ നേതാവാണ് അങ്ങേര്. നല്ല ഗുണങ്ങൾ കഴിവുമുള്ള ഒരു വ്യക്തിയാണ് അങ്ങേര്. രാഹുൽ മാങ്കൂട്ടം ചെറുപ്പക്കാരൻ. കോൺഗ്രസിന് നല്ലൊരു മുതൽക്കൂട്ടാണ്. കോൺഗ്രസിന് മാത്രമല്ല കേരള രാഷ്ട്രീയത്തിനും നല്ലൊരു മുതൽക്കൂട്ടാണ് രാഹുൽ മാങ്കൂട്ടം. തിരിച്ചെത്തണം എന്നാണ് ജനങ്ങളുടെയും എൻ്റെ വ്യക്തിപരമുള്ള അഭിപ്രായം. അത് കെട്ടിച്ചമച്ചെന്നാണ് മനസ്സിലാക്കുന്നത്. തിരിച്ചു വരണമെന്നാണ് നമ്മുടെ രാജ്യം. ഒന്നാമത് അത് ഇഷ്യൂ എന്താണെന്നുള്ളത് നമുക്ക് ഇതുവരെ ക്ലാരിറ്റി വന്നിട്ടില്ല. ഈ വിവാദം പറഞ്ഞവർ അത് കേസായിട്ട് കൊടുത്താൽ മാത്രമേ അദ്ദേഹത്തിനെതിരെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അങ്ങനെ ഒരു തെറ്റ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അത് നേരിട്ട് ആ കേസിനോട് മുന്നോട്ട് പോയി കാര്യങ്ങൾ തെളിയിക്കുകയാണ് വേണ്ടത്. പക്ഷേ അലിഗേഷൻ പറഞ്ഞ ആളത് ഇതുവരെ കേസ് കൊടുക്കാത്തത് കൊണ്ട് അത് ഭയങ്കര നാണക്കേടായിട്ട് എനിക്ക് തോന്നുന്നു ആസ് എ ലേഡി. തെളിവൊന്നും കിട്ടിയില്ലല്ലോ, ഒന്നും കിട്ടാം. മാങ്കൂട്ടം തന്നെ തിരിച്ചു വരണമെന്നും തിരിച്ചു വരണം. ആദ്യം അവരെ എല്ലാം ഒളിച്ചു വെച്ച് കൊണ്ട് ഒരു സത്യരേഖ വന്നപ്പോൾ ഇയാളെ സത്യരേഖ പുറത്തു വിട്ടു. മറ്റേതെല്ലാം കൊച്ചിങ്ങൾ ഉണ്ടാക്കിയ മന്ത്രിമാരൊന്നും ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ്റിൽ മന്ത്രിസഭയിലുണ്ട്. അപ്പോൾ അതിനെ മൂടി വെച്ചും കൊണ്ട് ഇത് പൊക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായി. ഇതിപ്പം തന്നെ എറണാകുളത്ത് കണ്ടില്ല, ഒരു MLA വീട്ടിൽ ഇതിലെ കാര്യം പറയണ്ടല്ലോ, എല്ലാം അറിയാമല്ലോ. അതുകൊണ്ട് കൂടുതലും എടുത്തിട്ട് കുത്തേണ്ട കാര്യമൊന്നുമില്ല. അയാൾ പറഞ്ഞു അയാളെ പിള്ളേ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലേ ഒക്കുള്ളൂ. അയാളൊക്കെ പിള്ളേ ആൾക്കാരെ ഒതുക്കാൻ വേണ്ടിയാണ് ഇവിടെ നടക്കുന്നത്, അല്ല വേറെ ഒന്നുമല്ല. അവർ പുതിയ നല്ലൊരു നേതാവ് വന്നപ്പോൾ അവരെ അങ്ങാടി താക്കുക. അപ്പോൾ ഇവിടെ തോന്നിയ ദിവസം വീണ്ടും പൊങ്ങിപ്പോവും. അതിനുള്ള പരിപാടിയാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഈ പറയുന്ന പാർട്ടി നേരെ ആവണം, എന്നിട്ട് മറ്റൊരാളിനെ പറയാം. അദ്ദേഹം തിരിച്ചെത്തണം, സന്തോഷമാണ് തിരിച്ചെത്തണം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇപ്പോൾ പാർട്ടി അദ്ദേഹത്തിന് നടത്തിയ നടപടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പാർട്ടി തീരുമാനിക്കട്ടെ എന്താണെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഈ സംശുദ്ധമായി പ്രവർത്തിക്കുന്ന ചില സഹപ്രവർത്തകരെ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരെ അവരിങ്ങനെയൊക്കെ കൊടുക്കാനുള്ള ശ്രമങ്ങൾ പല രാഷ്ട്രീയ പാർട്ടിക്കാർ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകണം ആകാം എന്നുള്ളതേ എനിക്ക് പറയാനുള്ളൂ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.